തനിമയിലേക്ക് എന്ന തീർത്ഥാടന വേദപഠന പരമ്പരയിലേക്ക് ഏവർക്കും പ്രാർത്ഥനാപൂർവമായ സ്വാഗതം. സദൃശവാക്യം 20-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നു. മനുഷ്യൻ്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും പരിശോധന ചെയ്യുന്നു. ഒരു വലിയ സത്യം എല്ലാവരെയും പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ്. ഓരോ മനുഷ്യരും ആത്മാവിനെ നൽകിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ശരീരവും മനസ്സും ആത്മാവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇതിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ളത് നമ്മുടെ ആത്മാവാണ്. ആ ആത്മാവിനെ ദൈവം ലോകത്തിന് പ്രകാശം നൽകുവാനായി സൃഷ്ടിച്ചിരിക്കുന്നു. അത് കത്തിക്കേണ്ടത് ദൈവമാണ്, ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ സൽപ്രവൃത്തികളാണ്. നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് അത് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തോട് പ്രതികരിച്ചില്ല എങ്കിൽ കൊടുങ്കാറ്റും തിരമാലയും എല്ലാം വന്ന് നമ്മുടെ വിളക്ക് അണഞ്ഞു പോകുവാൻ കാരണമാകും. വിളക്ക് അണയാതെ ഇരിക്കുവാൻ ഒരുപക്ഷേ നാം പലവിധ ആവരണങ്ങൾ കരുതിയേക്കും. അതിനും ഒരു അതിരുണ്ട്. മാത്രമല്ല, ഒരു വിളക്ക് കത്തണമെങ്കിൽ അതിന് ഇന്ധനം ആവശ്യമാണ്. ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വിളക്ക് നമ്മുടെയൊക്കെ ആത്മാവാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാവരും പറയുന്നത് എല്ലാവർക്കും ദൈവമുണ്ട്. ആ ദൈവം നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവത്തോട് ഒത്ത് സഹകരിച്ച് ദൈവത്തെ അതിനായി അനുവദിക്കണം. നമ്മുടെ സഹകരണമില്ലാതെ, നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവത്തെ ജ്വലിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുന്നില്ല. വെളിപ്പാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പുറത്തു നിന്ന് മുട്ടുന്ന ദൈവത്തിന് അകത്തു നിന്നുള്ള വാതിൽ നാം തുറന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദീപം കത്തിക്കുവാനായി, നമ്മുടെ ജീവിതത്തെ ലോകത്തിന് പ്രയോജനകരമാക്കുവാനായി ദൈവത്തിന് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ അദൃശ്യമായ എല്ലാ സാന്നിധ്യത്തിനായിട്ടും നടത്തിപ്പിനായിട്ടും നമുക്ക് സ്തോത്രം ചെയ്യാം. നാം ഒരു വിളക്ക് കത്തിക്കുമ്പോൾ പല കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ആ വിളക്കിൽ ഇന്ധനം നിറയ്ക്കണം. ആ വിളക്ക് അന്ധകാരം നിറഞ്ഞ സ്ഥലത്താണ് പ്രയോജനപ്പെടുന്നത്. സൂര്യൻ്റെ വെളിച്ചമുള്ളിടത്ത് ഒരു വിളക്കിന് ആവശ്യമില്ലല്ലോ. അന്ധകാരമുള്ളിടത്ത്, രാത്രി ആയിരിക്കുന്നിടത്ത് മാത്രമാണ് നമ്മുടെ വിളക്ക് പ്രയോജനപ്പെടുന്നത്. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ, അധർമ്മം നിറഞ്ഞ ലോകത്തിൽ, അനീതി നിറഞ്ഞ ലോകത്തിൽ, വഷളത്വം പെരുകിക്കൊണ്ടിരിക്കുന്ന ലോകത്തിലാകുന്നു നാം ജീവിക്കുന്നത്. അനുദിനം നാം വായിക്കുകയും അറിയുകയും ചെയ്യുന്ന വാർത്തകൾ, സത്യങ്ങൾ, ഇതൊക്കെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പക്ഷേ ഇവയൊക്കെയും കണ്ട് മനസ്സും ഹൃദയവും തഴമ്പിച്ചു പോയ നമ്മെ ഈ സത്യങ്ങളൊന്നും അധികം ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവം നമ്മളെ സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്നത് നമ്മുടെ വിളക്ക് കത്തിച്ച് ലോകത്തിന് പ്രകാശമായി തീരുവാനായിട്ടാണ്. ആ പ്രകാശം ദൈവത്തിൻ്റെ പ്രകാശമാണ്. ദൈവത്തിൻ്റെ പ്രകാശം എന്തിനു വേണ്ടിയാണ് നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നത്? ബ്രഹ്മ കാണാതെ പോയ
ഒരു സ്ത്രീ ചെയ്തതുപോലെ. അവളുടെ 10 ദ്രഹ്മയിലൊന്ന് കാണാതെ പോയപ്പോൾ അവൾ വിളക്ക് കത്തിച്ചു, വീടൊക്കെയും അടിച്ചു വാരി വൃത്തിയാക്കി. അവളുടെ ദ്രഹ്മ കണ്ടുകിട്ടി. മറ്റുള്ളവരോടൊപ്പം അവൾക്ക് സന്തോഷിക്കുവാൻ ഇടയായി. അല്ല എങ്കിൽ അവളുടെ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മയെ ചൊല്ലി ജീവിതകാലം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കണം. ദൈവത്തിൻ്റെ ദീപമായ നമ്മുടെ ആത്മാവ് ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനും ശോധന ചെയ്യുവാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമ്മളിവിടെ കാണുന്നത് യഹോവയുടെ ദീപമായ നമ്മുടെ ആത്മാവ് വിളക്ക് കത്തിച്ചാൽ അത് ഉദരത്തിൻ്റെ അറകളെയൊക്കെയും ശോധന ചെയ്യുന്നു. ഉദരത്തിൻ്റെ അറകൾ നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെ സൂചിപ്പിക്കുക. ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഈ യഹോവയുടെ ദീപമായ നമ്മുടെ ആത്മാവ് ജ്വലിച്ച് പ്രകാശിക്കുമ്പോൾ അതിനെ വഴിയും വെളിച്ചവും മാർഗവും ദൈവം കാണിച്ചു തരുന്നു. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും ദൈവം നമുക്ക് നൽകും. ആദ്യം നമുക്ക് ചെയ്യുവാനുള്ളത് നമ്മുടെ ആത്മാവാകുന്ന യഹോവയുടെ ദീപത്തെ കത്തിക്കുക. ആ ദീപത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുക. ദൈവഹിതപ്രകാരമാണോ ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് സ്വയം ശോധന ചെയ്ത് ഈ കർത്തൃ ദിവസത്തെ നമ്മുടെ ജീവിത സാക്ഷ്യം ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളതായി തീരുവാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കട്ടെ. ദൈവനാമം നമ്മിൽ കൂടെ മഹത്വപ്പെടുവാൻ ഈ ദിവസം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.